ഹായ് എവരിബഡി. ഈ ക്ലാസ്സിൽ ഫസ്റ്റ് സെം ബി കോമുകാരുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം നമുക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോമിൻ കാക്കി കോൻ ഹെ, ഉസെ കിൻ സാമാജിക് അന്യായോ കാ സാമന കർണാ പടാ. ഡോമിൻ കാക്കി ആരാണ്, അവർക്ക് ഏതൊക്കെ സോഷ്യൽ ഈവൽസ് നേരിടേണ്ടി വന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ടുള്ള രീതിയിൽ എഴുതുന്ന സമയത്ത് ആദ്യം ലേഖകനെ പരിചയപ്പെടുത്തുക, അവരെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് മാത്രമേ ഈ ആൻസറിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ആൻസർ വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആൻസർ മാത്രമാണ്. 5 മാർക്സ് ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം എഴുതി വെച്ചാൽ പോരാ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുൻപോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. डोमिन काकी चित्रा मुद्गल द्वारा लिखी गई एक लघु कथा है जिसमें लेखिका ने हमारे समाज में पनप रहे विसंगतियों का चित्रण किया है. അപ്പോൾ ഡോമിൻ കാക്കി ചിത്ര മുദ്ഗൽ ജിയാണ് എഴുതിയിരിക്കുന്നത്. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അവർ നമ്മളുടെ സമൂഹത്തിലുള്ള തെറ്റായ നിലപാടുകളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ കൂടുതൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഡോം സമുദായ की महिला रत्नी लेखिका के घर सफाई के लिए आया करती थी. അപ്പോൾ ഡോം സമുദായത്തിലെ ഒരു സ്ത്രീയായിരുന്നു രത്നി എന്നത്. അവർ ലേഖിക്കയുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീനിങ് സ്റ്റാഫായിട്ട് വരുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. पहली बार आने पर लेखिका को दादी ने डांटा और कहा कि रत्नी को काकी बुलाना चाहिए न कि डोमिन. അതായത് ആദ്യത്തെ തവണ ഈ ഡോം സമുദായത്തിലെ ഈ ഡോമിൻ വരുന്ന സമയത്ത് ലേഖിക അവരെ ഡോമിൻ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ദാദി ലേഖിക്കയെ ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. കാക്കി എന്നാണ് വിളിക്കേണ്ടത്, അല്ലാതെ ഡോമിൻ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ലേഖിക അതെല്ലാം മനസ്സിലാക്കിയിട്ട് അടുത്ത ടൈമിൽ ഇവർ വരുന്ന സമയത്ത് ലേഖിക്കയ്ക്ക് പിന്നെയും അടികൊള്ളുകയാണ് ചെയ്യുന്നത്. അതാണ് അടുത്ത വരികളിൽ പറഞ്ഞിരിക്കുന്നത്. യഹാ പർ ദാദി ലേഖിക കോ ദൂസരെ കാ ആദർ കർണ सिखा रही थी, पर दादी के मन में ईमानदारी का अंश कुछ नहीं था. यह हमें तब समझ आता है जब रत्नी को दूसरी बार आने पर उसे छू लेने मात्र से लेखिका को मार पड़ती है. അതായത് ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് സമയത്ത് ലേഖിക്കയുടെ അടുത്ത് ദാദി ചീത്ത പറയുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദാദി വേറെ ആൾക്കാരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും ദാദി ശരിക്കും ഈ ഒരു വിചാരങ്ങളൊന്നും ഇല്ലാതെയാണ് ആ കുട്ടിയെ ചീത്ത പറയുന്നത്. അത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ടൈം രത്നി വരുന്ന സമയത്ത് അവരെ തൊടുകയാണ് ഈ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തും ആ കുട്ടിക്ക്, അതായത് ലേഖികയ്ക്ക് അടികൊള്ളുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന്. ദാദി ഇസ്കെ ബാദ് ഗംഗാജൽ ചിടക്കർ ഉപകർമ്മ കർത്തി ഹെ. അതായത് അവർ പോയി കഴിഞ്ഞ ശേഷം ഗംഗാജലൊക്കെ കൊണ്ടുവന്നിട്ട് അത് എല്ലാവരുടെയും തെളിച്ച് വീട് ശുദ്ധമാക്കുകയാണ് ദാദി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാദി ബാഹർ സെ തോ സുധാർവാദി പ്രഗതിശീൽ ദിഖായി പड़ती है, लेकिन अंदर से वही दकियानुसी विचार रखने वाली है जिसका पर्दाफाश अंत में होता है. അപ്പം ദാദി അതേപോലെ ആദ്യമൊക്കെ നല്ല ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആദ്യം ദാദിയെ കാണുന്ന സമയത്ത്. പക്ഷേ ലാസ്റ്റിലാണ് നമുക്ക് മനസ്സിലാവുന്നത് അതേ പഴയ വിചാരങ്ങളുള്ള ഒരു ആൾ തന്നെയായിരുന്നു ദാദി എന്നത്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ മാത്രമാണ് മനസ്സിലാവുന്നത്. രത്നി को सदियों से चले जाने वाले छुआछूत एवं जाति व्यवस्था अस्पर्शता इन समाज के कुरीतियों का सामना करना पड़ता है. രത്നിക്കാണെങ്കിലോ കാലാകാലങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അൺടച്ചബിലിറ്റി എന്ന ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ, അതായത് ജാതിയിൽ ഏറ്റവും നീചജാതിയായിട്ടുള്ള ആളായിരുന്നു രത്നി. അത് കാരണം കൊണ്ട് തന്നെ അതിനെല്ലാമാണ് രത്നി നേരിടുന്നത്. അസ്പർശത പറഞ്ഞ അൺടച്ചബിലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ ഈവിൽസ് ആണ്, സൊസൈറ്റിയിലുള്ള ഈവിലായിട്ടുള്ള കാര്യങ്ങളാണ് രത്നിക്ക് നേരിടേണ്ടി വരുന്നത് എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മേഘാലയക്ക് പ്രാകൃതിക് സുന്ദരത ക വർണ്ണൻ കീജിയ. മേഘാലയത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയെക്കുറിച്ച് വർണ്ണിക്കാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ചെറാപുഞ്ചി से आया हूँ एक यात्रा वृत्तांत है जो पाठकों को भी इस यात्रा का अनुभव से പരിചയ കരാത്തി ഹെ. അതായത് ചെറാപുഞ്ചി സെ ആയ ഒരു യാത്രാ വൃത്താന്തമാണ്, ഒരു ട്രാവലോഗ് പോലെ എഴുതിയിരിക്കുകയാണ്. അത് വായിക്കുന്ന ആൾക്കാർക്ക് അവിടെ പോയ ഒരു ഫീല് തരികയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മേഘാലയ 3 पर्वतीय अंचलों में बटा हुआ है, खासी पर्वत, ഗാരോ പർവ്വത് ഓർ ജയന്തിയ പർവ്വത്. അപ്പം 3 ഡിവിഷൻസ് ആയിട്ടുള്ള രീതിയിലുള്ള മലകളിലാണ് മേഘാലയയിലുള്ളത്. ഖാസി പർവ്വത്, ഗാരോ പർവ്വത്, ജയന്തിയ പർവ്വത്. ഹർ ഏക് ആഞ്ചൽ കാ അപ്ന മഹത്വ ഹെ, അലഗ് സംസ്കൃതി ഹെ. ഓരോ ആഞ്ചലിൻ്റെയും ഓരോ ഡിവിഷൻ്റെയും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള കൾച്ചറും വ്യത്യസ്തമാണ് ഈ 3 സ്ഥലങ്ങളിലെയും എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഷിലോങ് മേഘാലയക്ക് രാജധാനി ഹെ, പ്രാകൃതിക് സൗന്ദര്യ സെ ഭരി പടി ഹെ. ഷിലോങ് മേഘാലയത്തിൻ്റെ ക്യാപിറ്റലാണ്. അതും അതേ നാച്ചുറൽ ബ്യൂട്ടിയിൽ നിന്ന് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാനി അധിക് മാത്ര സെ മിൽനെ സെ പൻ ബിജ്ലി കാ ഉത്പാദൻ ഹോത്താ ഹെ. ഒരുപാട് മഴ പെയ്യുന്നുണ്ട് അവിടെ, അതുകൊണ്ട് തന്നെ വെള്ളം
അധികം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഹൈഡ്രോ ഇലക്ട്രിക് പവറാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അവിടെ ഉണ്ടാക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. चेरापूंजी समुद्र के तट से 1300 मीटर ऊपर है. पर्वतीय श्रृंखला में हमेशा वर्षा, धूप और कोहरे की लुका छुपी चलती रहती है. ചെറാപുഞ്ചി 1300 മീറ്റർ സീ ലെവലിൽ നിന്ന് ഉയർന്നിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എപ്പോഴും മഴ, വെയിൽ, അതുപോലെ മഞ്ഞിൻ്റെ ഒളിച്ചുകളി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. ജൽപ്രപാത് और यहाँ की हरियाली देखने के लिए पर्यटक दूर से आते हैं. ഇവിടുത്തെ വാട്ടർഫോൾസും ഇവിടുത്തെ ഗ്രീനറിയും കാണാൻ വേണ്ടിയിട്ട് ട്രാവലേഴ്സ് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരാറുണ്ട്. पर्यटक कई दूर से आते तो हैं, लेकिन उन्हें आज भी यह स्थल शांत, एकांत और सौंदर्यपूर्ण मिलते हैं, क्योंकि यहाँ पर പ്രദൂഷൺ बहुत कम है. അതായത് ഇവിടുത്തെ വാട്ടർഫോൾസും ഇവിടുത്തെ ഗ്രീനറി കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ഇന്നും ഈ സ്ഥലങ്ങളെല്ലാം ശാന്തമായിട്ട്, ലോൺലി പ്ലേസ് ആയിട്ട്, അതായത് ഏകാന്തമായിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ് കാണപ്പെടാറ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നത് അവിടുത്തെ സ്ഥലവാസികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ പൊല്യൂഷൻ തീരെയില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ അതേപോലെ ഇന്നും നിലനിൽക്കുന്നത്. സർക്കാർ और गांव वाले പ്രകൃതി का നിസ്വാർത്ഥ മനസ്സെ സംരക്ഷൺ करते हैं. ഗവൺമെൻറ്റും അവിടുത്തെ ഗ്രാമവാസികളും അവരുടെ നിസ്വാർത്ഥമായിട്ടുള്ള മനസ്സുകൊണ്ടാണ് ഈ പ്രകൃതിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. മേഘാലയ की प्राकृतिक शिवलिंगे और മാസ്മായി ഗുഫായെ പ്രകൃതി के ചമത്കാർ മാനെ ജാത്തെ हैं. അതായത് മേഘാലയത്തിൽ കാണപ്പെടുന്ന നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ശിവലിംഗങ്ങളും അതുപോലെ തന്നെ മാസ്മായി ഗുഫായ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണൽ ആയിട്ടുള്ള വാട്ടർഫോൾസ്, കേവുകൾ, ആ കേവുകളിലുള്ള സീസണൽ ആയിട്ടുള്ള വാട്ടർഫോൾസൊക്കെ നേച്ചറിൻ്റെ അത്ഭുതങ്ങളായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സബ്സെ ബഡാ ആദ്മി ഏകാംകി കെ പാത്ര के बीच किन बातों को लेकर विचार विमर्श हुआ था. സബ്സെ ബഡാ ആദ്മി വൺ ആക്ട് പ്ലേയിലെ കഥാപാത്രങ്ങൾ തമ്മിൽ ഉള്ള കോൺവെർസേഷൻ എന്തിനെ കുറിച്ചിട്ടാണ് തുടങ്ങിയത് എന്നാണ് ചോദ്യം. സബ്സെ ബഡാ ആദ്മി ഏകാംകി ഭഗവതി ചരൺ വർമ്മ ദ്വാര രചിത് ഹെ. ഈ ഒരു ഏകാംകി ഭഗവതി ചരൺ വർമ്മയാണ് രചിച്ചിരിക്കുന്നത്. അതിൽ ഗജാത്തി കാ റെസ്റ്റോറൻറ്റ് മേ രാധേ और ശങ്കർ के बीच ബഹസ് हो जाती है. ഗജാത്തിയുടെ റെസ്റ്റോറൻറ്റിൽ രാധയും ശങ്കറിൻ്റെ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. जिसका कारण प्रभावशाली व्यक्ति अंग्रेजी कवि शैली या नेपोलियन इनमें से कौन है. ഏറ്റവും പ്രഭാവശാലിയായിട്ടുള്ള, ലോകത്തിൽ തന്നെ ഏറ്റവും പ്രഭാവശാലിയായിട്ടുള്ള വ്യക്തി ആരാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വാക്തർക്കമായിരുന്നു അത്. രാധ വിശ്വസിക്കുന്നത് ഏറ്റവും പ്രഭാവശാലിയായിട്ടുള്ള വ്യക്തി ഷെല്ലി എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ പോയറ്റാണ്. പക്ഷേ ശങ്കർ വിശ്വസിക്കുന്ന നെപ്പോളിയൻ ആണ് എന്നാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അവർ ഒരു തർക്കം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. अब राधे तो प्रेम का मार्ग दिखाने वाला शैली को बड़ा मानता है और नेपोलियन जो शंकर के अनुसार शक्ति का पुजारी और संसार को अपनी कल्पना के अनुसार बदलने वाला था. അപ്പോൾ ഷെല്ലിയാണ് രാധയെ വലിയൊരാളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രഭാവശാലിയായിട്ട് വ്യക്തി ആയിട്ട് കരുതുന്നത്. പക്ഷേ ശങ്കറാണെങ്കിലോ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വ്യക്തി, ഈ വേൾഡിനെ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ശക്തിയുള്ള ഒരു വ്യക്തിയായിട്ട് നെപ്പോളിയനെയാണ് ഇഷ്ടപ്പെടുന്നത്. ബഹസ് बढ़ जाती है और शर्मा जी जो गांधी अनुयायी है राधे और शंकर को शांत कराने की कोशिश करते हैं. ശർമാജി കയറി വരികയും ഈ ഒരു തർക്കം വലുതാവുകയും ചെയ്യുന്ന ആ ടൈമിൽ അദ്ദേഹം ഇവരെ രണ്ടാളെയും എന്തൊക്കെ പറഞ്ഞ് തണുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. अब वर्मा जी मानते हैं कि गांधी जो बड़े आदमी हैं, क्योंकि वह वकील थे. अहमद मानता है कि वकील और शराफत ऐसा विरोधाभास नहीं हो सकता. അപ്പം വർമാജി പറയുകയാണ് ഗാന്ധിജിയാണ് ഏറ്റവും വലിയ ആൾ, കാരണം അദ്ദേഹം ഒരു വക്കീലായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം വലിയ ആൾ എന്നാണ് വർമാജി വിശ്വസിക്കുന്നത്. പക്ഷേ അഹമ്മദ് വന്നിട്ട് പറയുകയാണ്, അതേ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുന്ന ഒരാളായിരുന്നു അഹമ്മദ്. അദ്ദേഹം പറയുകയാണ് വക്കീൽ ഓർ ഷറാഫത്ത് ऐसा വിരോധാഭാസ് നെഹി ഹോ സക്ത. അതായത് ഒരു വക്കീലും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു വക്കീൽ, അങ്ങനത്തെ ഒരു വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല. അതായത് വക്കീലന്മാർ ഓണസ്റ്റ് ആയിരിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അദ്ദേഹം. अंत में रेस्टोरेंट में प्रवेश करने वाला आदमी रामेश्वर है, जो इन सब का समर्थन भी करता है और इन्हीं का फ़ायदा उठाकर उन सबको ठग लेता है. അതായത് ലാസ്റ്റിൽ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുന്ന ആളായിരുന്നു രാമേശ്വർ. അയാൾ ഇവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റിലാണ് മനസ്സിലാവുന്നത് ഇവരുടെ എല്ലാ സാധനങ്ങളും കട്ടിട്ട് അവിടുന്ന് കടന്നു കളയുന്ന ആളും ഈ രാമേശ്വർ പറഞ്ഞ ആൾ തന്നെ ആയിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.